ഉണ്ണികൃഷ്ണൻ്റെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ. ഉണ്ണിക്കണ്ണൻ തൃണാവർത്തനെ കൊന്ന ഒരു കഥയാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ യശോദയ്ക്ക് മകൻ്റെ ഭാരം കൂടി വരുന്നതായി തോന്നി. കുഞ്ഞെന്താ ഇങ്ങനെ? കണ്ണൻ കൊച്ചു കുഞ്ഞല്ലേ, എടുക്കാൻ പോലും പറ്റുന്നില്ലാത്തത്ര ഭാരം. അമ്മ കുഞ്ഞിനെ മെത്തയിൽ കിടത്തി. എന്തെങ്കിലും അസുഖത്തിൻ്റെ തുടക്കമാണോ ഇത്? അമ്മയ്ക്ക് സംശയം. ഈ സന്ദർഭത്തിൽ തൃണാവർത്തൻ എന്ന അസുരൻ വന്ന് കൊടുങ്കാറ്റായി ഭഗവാനെ അപഹരിച്ചു. യശോദ തൻ്റെ മകനെ കാണാൻ ഉറക്കെ നിലവിളിച്ചു. എൻ്റെ കണ്ണാ, എൻ്റെ കണ്ണാ, എൻ്റെ കുഞ്ഞെവിടെ, എൻ്റെ കുഞ്ഞെവിടെ? കിടത്തിയ സ്ഥലത്ത് കാണാനില്ലല്ലോ എൻ്റെ ഉണ്ണിയെ. പൊടിപടലം ആകെ അന്തരീക്ഷത്തെ മൂടിയിരിക്കുന്നു. ഞങ്ങളുടെ കൃഷ്ണൻ എവിടെ? ഗോപകുമാരന്മാർ ഉണ്ണിക്ക് എന്തു പറ്റി, ഉണ്ണിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. കൃഷ്ണനെ അപഹരിച്ച തൃണാവർത്തൻ ഉണ്ണിയുടെ കനം താങ്ങാനാവാതെ ഭഗവാനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവാൻ അസുരൻ്റെ കഴുത്തിൽ മുറുക്കെ പിടിച്ചു. ഭഗവാനെ അകറ്റാൻ പറ്റാതായി. അസുരൻ ഭഗവാനോടുകൂടി തന്നെ മുകളിൽ നിന്ന് ടപ്പേ എന്ന് താഴേക്ക് വീണു. ഇത് കണ്ട ഗോപന്മാർ അമ്പരന്നു. ഒരു പാറപ്പുറത്ത് വലിയൊരു ശരീരവും അയാളുടെ മാറിടത്തിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിയും. അസുരൻ്റെ മാറിടത്തിൽ അടിച്ചു രസിക്കുന്ന ഉണ്ണിയെ ഗോപന്മാർ വാരിയെടുത്തു. അമ്മ യശോദ കുഞ്ഞിനെ എടുത്ത് ലാളിച്ചു. ഭഗവാന്റെ കേളികൾ കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ.